ഇത് മഹാദേവൻ്റെ നിമിത്ത സന്ദേശമാണ്. ഇത് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത് നിങ്ങളുടെ കഷ്ടതകളും വേദനകളും അകറ്റുവാൻ വേണ്ടിയാണ്. എന്നാൽ ഈ വീഡിയോയെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ കാണാതെ പോയാൽ നിങ്ങൾക്ക് കഷ്ടതകളും സംഘർഷങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരും. അതിനാൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. മഹാദേവൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടകാലങ്ങളും, നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദോഷങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ആരംഭമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഇനി മുമ്പോട്ട് മനോഹരമായി മാറുന്നതാണ്. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടതകളും നിങ്ങളുടെ സംഘർഷകരമായ നിമിഷങ്ങളും, നിങ്ങൾ ജീവിതത്തെ ദർശിച്ച ആ ഒരു കാഴ്ചപ്പാടും നിങ്ങൾക്ക് വ്യത്യസ്തമായിരുന്നു. അത് മറ്റു വ്യക്തികൾക്ക് എല്ലാം ലഭിക്കുമ്പോഴും നിങ്ങൾക്ക് എല്ലാം ലഭിക്കുവാൻ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കാത്തിരിപ്പാണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ആരോടും ഇതുവരെ ഒരു ദോഷമോ പ്രവർത്തികളൊന്നും ചെയ്തിട്ടില്ല. ആർക്കും ദോഷം വരുന്ന ഒരു കാര്യങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല. എന്നിട്ടും നിങ്ങളെ സമൂഹം നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് മഹാദേവൻ ശ്രമിക്കുന്നത്. ഇനി നിങ്ങളോടൊപ്പം മഹാദേവനുണ്ട്. നിങ്ങളെ തളർത്തിയ സുഹൃത്തുക്കളും നിങ്ങളെ ദ്രോഹിച്ച ബന്ധുക്കളും നിങ്ങളെ ചുറ്റും നിൽക്കുന്ന നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന സമൂഹവും നിങ്ങളെ ഇനി മഹത്തരമായ ഒരു സ്ഥാനത്തേക്ക് നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ വെറുത്ത ആൾക്കാർ പോലും നിങ്ങളുടെ കീർത്തി ശ്രവിച്ച് നിങ്ങളിലേക്ക് അടുത്തെത്തുവാൻ ശ്രമിക്കും. നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന എല്ലാ വേദനകളും, എല്ലാ കഷ്ടതകളും നിങ്ങളിൽ നിന്ന് മുക്തമാവുകയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതം ഇനി പുതിയ വഴിത്തിരിവിലൂടെ വളരെയധികം ആനന്ദകരമായി മാറുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ സന്ദേശം നിങ്ങളെ കൂടുതൽ ശക്തനാക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾ നേടാൻ ശ്രമിച്ച, നിങ്ങളുടെ വിജയമാക്കി തീർക്കാൻ നിങ്ങൾ കരുതിയ നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ ഊർജ്ജമായി തീരുന്നതാണ്. മറ്റ് മിത്രങ്ങൾക്കും നിങ്ങളുടെ കൂടെ നിന്നവർക്കും ജീവിതത്തിൽ എല്ലാം വളരെ വേഗം തന്നെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കെല്ലാം വളരെ താമസത്തോടെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ കരുതിയിരുന്നു, നിങ്ങൾക്ക് ഭാഗ്യമില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നല്ലത് സംഭവിക്കാത്തത്, നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ലേ? നിങ്ങളുടെ മനോബലം നിങ്ങളെ തിരുത്തി ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആ ഭയപ്പാടുകളെ ഒഴിവാക്കേണ്ട സമയം ആണിത്. ആ ഭയപ്പാടുകളിൽ നിന്ന് നിങ്ങൾ മുക്തനാകുമ്പോൾ നിങ്ങളുടെ ധൈര്യം നിങ്ങളുടെ ആത്മാവിലെ ബലമായി തീരും. ആ ധൈര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണനാകാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സമ്പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള എല്ലാ കഷ്ടതകളും നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളെ ചതിച്ചവരും നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയവരും നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചവരും നിങ്ങളിൽ നിന്ന് മാർഗദർശനം പ്രാപ്തമാക്കുവാൻ വേണ്ടി, നിങ്ങളിൽ നിന്ന് വാക്കുകൾ കേട്ടുകൊണ്ട് കരുത്തുള്ളവനാകുവാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. നിങ്ങളുടെ മൂല്യവും നിങ്ങളുടെ സ്ഥാനവും ഇനി വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ തളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഊർജ്ജമായി, നിങ്ങൾക്ക് മനസ്സിന് മനോബലം നൽകിക്കൊണ്ട് നിങ്ങളുടെ സ്ഥിരതയായും മഹാദേവൻ എന്നും ഉണ്ടായിരുന്നു. ഇനിയും തുടർന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകുന്നതുമാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണതയിൽ നിങ്ങളെ എത്തിക്കാൻ നിങ്ങൾക്ക് അരികിലേക്കൊരു മിത്രം എത്തുന്നതാണ്. ആ മിത്രം നിങ്ങളുടെ എല്ലാ വേദനകളെയും വഹിക്കുന്നതാണ്. അങ്ങനെ ഒരു മിത്രം നിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ്. അവൻ നിൻ്റെ ജീവിതത്തിലെ എല്ലാ വേദനകളെയും അവൻ്റേതായി കാണുന്നതാണ്. അങ്ങനെ ഒരു മിത്രത്തോട് നിനക്ക് നിൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാവുന്നതാണ്. നീ ഭയപ്പെടുന്നത് നിന്നെ വിശ്വസിച്ചവർ നിന്നെ ചതിച്ചതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിൻ്റെ മനസ്സിലെ വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു. ആ വിശ്വാസ്യതയെ വളർത്തുവാനും ആ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയാണ് ഈ മിത്രത്തിൻ്റെ വരവ്. അതുകൊണ്ട് നീ ഒരിക്കലും അവനിൽ നിന്നൊന്നും ഒളിപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതില്ല. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും തുറന്നു പറയാവുന്നതാണ്.
ഇനി ജീവിതം പുതിയ വഴിത്തിരിവുകളിലൂടെ കടന്നു പോകും. നമ്മളുടെ തീരുമാനങ്ങളും നമ്മളുടെ സാമീപ്യവും നിന്നോടൊപ്പം എന്നും ഉണ്ടാവുന്നതാണ്. നീ ജീവിതത്തിൽ വെല്ലുവിളികളെ സ്വീകരിച്ച വ്യക്തിയാണ്. വെല്ലുവിളികളിൽ നിന്ന് നീ ഒരിക്കലും പിൻപോട്ട് പോയിട്ടില്ല. നിൻ്റെ ആത്മധൈര്യം നീ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടുമില്ല. നിനക്ക് ആത്മശക്തി പകരുവാൻ എപ്പോഴും നിൻ്റെ ശിരസിൽ നമ്മുടെ കൈകൾ എപ്പോഴും നിനക്ക് വരദാനമായി നൽകിയിരുന്നു. ആ വരദാനത്തിൻ്റെ ശക്തി നീ ഒരിക്കലും ദുർവിനിയോഗം ചെയ്തിട്ടുമില്ല. അതിനാൽ തന്നെ നീ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ്. അതുകൊണ്ട് നാം നിന്നോടൊപ്പം എന്നും ഉണ്ടാകുന്നതാണ്. നീ തളരുകയല്ല, നിൻ്റെ ബലമായി നിന്നെ നാം ഉയർത്തുകയാണ്. അതുകൊണ്ട് നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിന്നെ തളർത്തിയവർക്കുള്ള ശിക്ഷ, നിന്നെ ജീവിതത്തിൽ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചവർക്കുള്ള തിരിച്ചടികൾ നാം നൽകുന്നതാണ്. അത് നീ നൽകേണ്ടതില്ല. നീ സമാധാനത്തോടെ മുമ്പോട്ട് പോവുക. നിൻ്റെ വഴി തുറന്നിരിക്കുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. ഇനി ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ദിവസങ്ങളാണ്. ഇനി വിജയം നിന്നിൽ നിന്ന് ഒത്തിരി ദൂരെയല്ല, നീ അതിൻ്റെ അടുത്ത് തന്നെ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. മുൻപോട്ട് പോവുക, കുതിച്ചുയരുക. ആത്മവിശ്വാസം നിൻ്റെ ശക്തിയും ബലവുമായി തീരുന്നതാണ്. ആ ശക്തിയെ തകർക്കുവാൻ ആർക്കുമാവുകയില്ല. നീ ഇരുട്ടിൽ പോകുമ്പോഴും നിനക്ക് വെളിച്ചമായി നമ്മുടെ ശക്തി ഉണ്ടാകും. നീ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ നിനക്ക് സംഘർഷത്തിൽ നിന്ന് അതിജീവിക്കുവാനുള്ള സ്വാന്തനമായി നമ്മുടെ കരങ്ങൾ നിൻ്റെ ശിരസിൽ എന്നും വരദാനമായി നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് നിൻ്റെ കരുത്ത് ഇനി ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത അത്ര തീവ്രതയുള്ളതായിരിക്കും. ആ തീവ്രത നിൻ്റെ ബലവും നിൻ്റെ ശക്തിയും വർദ്ധിപ്പിക്കും. അതിനാൽ നീ സമാധാനത്തോടെ ഇരിക്കുക. നിൻ്റെ മുൻപോട്ടുള്ള ജീവിതം ഭംഗിയുള്ളതായി മാറുന്നതാണ്. നിന്നെ മനോഹരമായ ജീവിതത്തിലെത്തിക്കുവാൻ നാം നിൻ്റെ ഒപ്പമുണ്ട്.